യുദ്ധ സാഹചര്യം നീങ്ങി തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വരുമ്പോഴും കോഴിക്കോട് വിമാനത്താവളത്തിലെ രാജ്യാന്തര വിമാന സർവീസുകളുടെ കാര്യത്തിൽ പുരോഗതിയില്ല. യുദ്ധം തീർന്നാലും സർവീസുകൾ സാധാരണ നിലയിലാകാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. അതേസമയം ഖത്തർ എയർവേസ് ജൂൺ 15 വരെ സർവീസ് ഉണ്ടാകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. യുദ്ധ സാഹചര്യം നീങ്ങിത്തുടങ്ങിയതായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും കോഴിക്കോട് വിമാനത്താവളത്തിലെ രാജ്യാന്തര വിമാന സർവീസുകളുടെ കാര്യത്തിൽ യാതൊരു പുരോഗതിയും വന്നിട്ടില്ല. യുദ്ധം അവസാനിച്ചാലും വിമാന സർവീസുകൾ സാധാരണ നിലയിലാകാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന വിവരവും. ഖത്തർ എയർവേസ് ജൂൺ 15 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് ഇതിനകം യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. യുദ്ധം മൂലം ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കുവൈത്ത് വിമാനത്താവളം അടച്ചതിനാൽ യാത്രക്കാരെ റോഡ് മാർഗം ദമാമിലെത്തിച്ച് അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് ജസീറ എയർവേസ് സർവീസ് ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സർവീസും താൽക്കാലികമായി നിർത്തിയതായാണ് വിമാന കമ്പനികളുടെ അറിയിപ്പ്. 2026 ഫെബ്രുവരി 28 മുതലാണ് യുദ്ധത്തിന്റെ പേരിലുള്ള രാജ്യാന്തര സർവീസ് നിയന്ത്രണങ്ങൾ ആരംഭിച്ചത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ മിക്ക ദിവസങ്ങളിലും പകുതിയിലേറെ സർവീസുകളും റദ്ദാക്കപ്പെടുന്നുണ്ട്. ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമായി ദിവസവും 20 മുതൽ 30 വരെ രാജ്യാന്തര സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ 30 മുതൽ 40 സർവീസുകൾ വരെ ശരാശരി പ്രതിദിനം റദ്ദാക്കുന്നുമുണ്ട്. ദുബായ്, ജിദ്ദ, റിയാദ്, അബുദാബി, ദമാം, ഷാർജ, ബഹ്റൈൻ, ദോഹ, അൽ അയൻ, മസ്കറ്റ്, റസൽ ഗൈമ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ കരിപ്പൂരിൽ നിന്ന് സർവീസുകളുള്ളത്. സർവീസുകൾ വെട്ടിച്ചുരുക്കിയതോടെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് വിമാനങ്ങളിൽ ലഭ്യമാകുന്നത്. ഇത് പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഇതിനു പുറമെയാണ് പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിട്ടുള്ള വൻ വർധനവും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.